ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ പുഴയും കിടന്ന റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അരവിന്ദനും ജയപാലനും ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ ചുവരിൽ നിന്നും എടുത്ത് അതിന്റെ പിന്നിൽ അരവിന്ദൻ എഴുതുകയാണ്: സ്നേഹം നടിച്ച് സുഹൃത്തിനെ ചതിച്ചവൻ. ഈ സമയം അരവിന്ദേട്ടാന്ന് വിളിച്ച് ശാരദ അവിടേക്ക് വരുമ്പോൾ പെട്ടെന്ന് ആ ഫോട്ടോ ചുവരിലേക്ക് വെക്കുകയാണ് അരവിന്ദൻ. അരികിലേക്ക് വന്ന ശാരദയോട് അരവിന്ദൻ ചോദിക്കുന്നു: നീ ഇതുവരെ ഉറങ്ങിയില്ലേ ശാരദേ? എന്താ ഇത് കിടക്കുന്നില്ലേന്ന് ശാരദ ചോദിക്കുമ്പോൾ അരവിന്ദൻ പറയുകയാണ്: കുറച്ചുകൂടി പണിയുണ്ട്, നീ പോയി കിടന്നോ, രാവിലെ എഴുന്നേൽക്കേണ്ടതല്ലേ. കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞ് പുഞ്ചിരിച്ച ശാരദയൊന്ന് നോക്കിയിട്ട് അരവിന്ദൻ അവിടെ നിന്ന് പോവുകയാണ്. ആ ഫോട്ടോയിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചിട്ട് ശാരദയും റൂമിലേക്ക് പോകുന്നു. തുടർന്ന് അരവിന്ദൻ വിഷമത്തോടുകൂടി പുറത്തിരിക്കുമ്പോൾ അവിടേക്ക് വന്ന വിനീത് പറയുന്നു: നിശ്ചയത്തിനുള്ള ഫ്ലെക്സ് അമ്മാവ വീടിന് മുന്നിൽ വെക്കാനുള്ളതല്ലേ, അതിന്റെ കാര്യം എല്ലാവരും അങ്ങ് മറന്നുപോയി. പിന്നെ ഞാൻ ചോദിച്ചപ്പോഴാ അബദ്ധം പറ്റിയ കാര്യം അറിഞ്ഞത്. കട അടച്ചു കഴിഞ്ഞാൽ പിന്നെ രാവിലെ 10 മണിക്കല്ലേ തുറക്കത്തുള്ളൂ, അപ്പോഴേക്കും ചടങ്ങ് കഴിയില്ലേ. ഞാൻ ടൗണിൽ ചെന്നപ്പോഴേക്കും കടകളെല്ലാം അടച്ചു. പിന്നെ അടച്ചു ഒരെണ്ണം തുറപ്പിച്ച ഞാനിത് പ്രിന്റ് ചെയ്തെടുപ്പിച്ചത്. അവിടെ ഉള്ളവരെല്ലാം മറുനാട്ടുകാരാ. ഗംഗയെന്നും ഋഷിയെന്നും പറഞ്ഞു കൊടുക്കാൻ തന്നെ കുറെ സമയമെടുത്തു. മൊത്ത സമയവും കൂടെ നിൽക്കേണ്ടി വന്നു. പാതിരാത്രി ആയെങ്കിലും സാധനം കിട്ടി. കുറച്ചു കാശ് കൂടുതൽ കൊടുക്കേണ്ടി വന്നു, എന്നാലും സംഗതി വൃത്തിയായി. അമ്മാവന് കാണണ്ടേ. അങ്ങനെ ഗംഗയുടെ നിശ്ചയത്തിന്റെ ഫ്ലെക്സ് കാണിക്കുകയാണ് വിനീത്. അരവിന്ദൻ വിനീതിനെ തന്നെ നോക്കി നിൽക്കുമ്പോൾ വിനീത് ചോദിക്കുന്നു: എന്തു പറ്റി അമ്മാവ, ഫ്ലെക്സ് നന്നായിട്ടില്ലേ? കയ്യിൽ പിടിച്ച അരവിന്ദ് പറയുന്നു: മോനെ, ഗംഗയെ നിനക്ക് കല്യാണം കഴിച്ചു തരില്ല എന്നുള്ള ഒരൊറ്റ വാക്കിൽ നിന്റെ അമ്മ എന്റെ കൂടെപ്പിറപ്പ് പിണങ്ങി. പിന്നെ അവൾ എന്നോട് സംസാരിച്ചിട്ടില്ല. നീയാണെങ്കിൽ ഒരു പിണക്കം പോലും കാണിക്കാതെ ഒരു ജോലിക്കാരനെ പോലെ. വിനീത് ചോദിക്കുന്നു: ഞാൻ എങ്ങനെയാ അമ്മാവ നിങ്ങളോടൊക്കെ പിണങ്ങുന്നത്? അമ്മയും ഗീതേച്ചിയും കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ ലോകത്ത് നിങ്ങൾ മാത്രമേ ഉള്ളൂ. വേറൊരിടവും വേറൊരാളുമായിട്ടും എനിക്ക് അടുപ്പമില്ല, അതിനെ ഉണ്ടാകണമെന്നുമില്ല. അമ്മാവൻ ഗംഗയെ എനിക്ക് കല്യാണം കഴിച്ചു തരില്ല എന്ന് പറയണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാകും. അതെന്റെയും കൂടി നന്മയ്ക്കാകും. അമ്മാവൻ ശരിയേ ചെയ്യൂ. കയ്യിൽ പിടിച്ച അരവിന്ദൻ പറയുന്നു: മോനെ, ഇത്രയും കാലം നീ എങ്ങനെയാണോ ഈ കുടുംബത്തോടൊപ്പം ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ എല്ലാ കാലവും ഉണ്ടാകണം. വിനീത് പറയുന്നു: ഉറപ്പായും ഈ വീട്ടിൽ ആരെങ്കിലും വിനീത് എന്നൊരു പേര് വിളിച്ചാൽ ആ സമയത്ത് എവിടെയാണെങ്കിലും ഞാൻ ഓടി എത്തിയിരിക്കും. അരവിന്ദൻ ചോദിക്കുന്നു: മോനെ, നാളെ അമ്മ വരില്ലേടാ? വിനീത് പറയുകയാണ്: അമ്മാവൻ അറിയില്ലേ അമ്മയുടെ സ്വഭാവം, ഉള്ളിലുള്ളതെല്ലാം പുറത്ത് കാണിക്കുന്നേ ഉള്ളൂ, അതോടെ അങ്ങ് തീരും. നാളെ ചടങ്ങിന്റെ സമയമാകുമ്പോൾ അമ്മ ഇവിടെ ഉണ്ടാകും. അല്ല, ജയപാലനങ്ങൾ എവിടെ? അമ്മാവന്റെ ക്ലോസ് ഫ്രണ്ട് അല്ലേ, ഈ ദിവസമൊക്കെ ഫുൾ ഇവിടെ ഉണ്ടാകേണ്ടതാണല്ലോ. അരവിന്ദൻ പറയുന്നു: അതെ, അയാൾക്ക് എന്തോ അത്യാവശ്യമുണ്ട്. മോനെ, അതെ, ഒരു കാര്യം. എന്താ അമ്മാവെന്ന വിനീത് ചോദിക്കുമ്പോൾ അരവിന്ദൻ പറയുകയാണ്: ഒന്നുമില്ല. വിനീത് ചോദിക്കുന്നു: അമ്മാവൻ എന്താ ഷോളൊക്കെ ചുറ്റി? എത്ര തണുപ്പാണെങ്കിലും ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ലല്ലോ. അരവിന്ദൻ പറയുന്നു: ഇത് കാവേരി കൊണ്ടുവന്ന് പുതപ്പിച്ചതാ. മോൻ വീട്ടിലേക്ക് പോകുന്നോ അതോ? വിനീത് പറയുകയാണ്: ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. നമ്മുടെ നോട്ടം തെറ്റിയാൽ ജോലിക്കാരൊക്കെ ഉടപ്പും. അമ്മാവൻ പോയി ഉറങ്ങിക്കോ, ഞാൻ നോക്കിക്കോളാം. ഇത് കേട്ട് വിനീതിന്റെ കയ്യിലേക്ക് ഒന്ന് പിടിച്ചിട്ട് അകത്തേക്ക് പോകാനായി തുടങ്ങുന്ന അരവിന്ദൻ താഴേക്ക് വീഴാനായി തുടങ്ങുകയാണ്. താങ്ങി പിടിച്ച് വിനീത് ചോദിക്കുന്നു: എന്തു പറ്റി അമ്മാവ? ഒന്നുമില്ലാന്ന് അരവിന്ദൻ പറയുമ്പോൾ വിനീത് പറയുകയാണ്: സൂക്ഷിച്ച്. ഇത് കേട്ട് മോളെ വിനീതിനെ ഒന്ന് നോക്കിയിട്ട് വിഷമത്തോടുകൂടി അകത്തേക്ക് പോവുകയാണ് അരവിന്ദൻ. സംശയത്തോടുകൂടി വിനീത് മനസ്സിൽ പറയുന്നു: അമ്മാവൻ ഇത് എന്തു പറ്റി? എന്തോ വല്ലായ്മ പോലെ. തുടർന്ന് കാവേരിയും ഗംഗയും യമുനയും നിളയും നല്ല ഉറക്കത്തിൽ കിടക്കുമ്പോൾ വാതിലിന്റെ അരികിലേക്ക് വന്ന അരവിന്ദൻ കണ്ണു നിറഞ്ഞ അവരെ തന്നെ നോക്കി നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് രാവിലെ നിശ്ചയത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. വിനീത് സന്തോഷത്തോടുകൂടി ആളുകളെ സ്വീകരിക്കുകയും ഫോണിൽ സംസാരിക്കുകയും ഒക്കെയാണ്. ശാരദയും ഗസ്റ്റുകളെ സ്വീകരിക്കുകയും ചായ കൊണ്ടു കൊടുക്കുകയൊക്കെയാണ്. വിനീതിന്റെ അരികിലേക്ക് വന്ന ശാരദ പറയുന്നു: കാപ്പി എടുക്കും മോനെ, അമ്മ വരല്ലേ? വിനീത് പറയുകയാണ്: അമ്മ അത് വിട്ടേക്കമ്മായി, ചടങ്ങ് നടക്കട്ടെ. ശാരദ ചോദിക്കുന്നു: മോൻ എന്താ ഉറങ്ങിയില്ലേ? കണ്ണൊക്കെ വല്ലാണ്ടിരിക്കുന്നുണ്ടല്ലോ. വിനീത് പറയുന്നു: ഇവിടുത്തെ അലങ്കാര പണികളൊക്കെ ആയിട്ട് അമ്മാവൻ എഴുന്നേറ്റില്ലേ അമ്മായി? ശാരദ പറയുന്നു: ഇല്ല, ഇന്നലെ രാത്രി ഉറങ്ങാൻ ഒരുപാട് വൈകിയെന്ന് തോന്നുന്നു. വിനീത് പറയുന്നു: രാത്രി എന്നോട് കുറച്ച് സംസാരിച്ചിരുന്നതിന് ശേഷമാ അകത്ത് പോയി കിടന്നത്. ഉറങ്ങിക്കോട്ടെ, ക്ഷീണം കാണും. ഇവിടെ ഇപ്പം കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാനുണ്ടല്ലോ അമ്മായി. ഗംഗ റെഡിയാകാൻ തുടങ്ങിയല്ലോ അല്ലേ? ശാരദ പറയുന്നു: അവള് റെഡിയാകുക, മോൻ എന്നാ അങ്ങോട്ട് ചെല്ല്, ഞാൻ ചായ കൊണ്ട് കൊടുത്തിട്ട് വരാം. തുടർന്ന് ഗംഗയെ നിശ്ചയത്തിനായി ഒരുക്കുകയാണ് ബ്യൂട്ടീഷ്യൻ. തൊട്ടരികിൽ കാവേരിയും ഫ്രണ്ട്സും ഉണ്ട്. അകത്തേക്ക് കയറി വന്ന വിനീത് വിഷമത്തോടുകൂടി ഗംഗയെ നോക്കുകയാണ്. ഇത് കണ്ട് അരികിലേക്ക് വന്ന മുത്തശ്ശി വിനീതിന്റെ കയ്യിൽ പിടിച്ചു പറയുന്നു: എന്നാലും ശാരദയും അരവിന്ദനും നിന്നോടിത് ചെയ്തല്ലോ മോനെ. ചേർത്ത് പിടിച്ച് വിനീത് പറയുകയാണ്: ഈ അമ്മാമ്മയ്ക്ക് ഇതെന്താ, ഞാൻ അതൊക്കെ അപ്പോഴേ വിട്ടു, ഇനി വന്നേ. അങ്ങനെ മുത്തശ്ശിയും കൂടി അവിടെ നിന്ന് പോവുകയാണ് വിനീത്. തുടർന്ന് ഒരു ചേച്ചി ചോദിക്കുന്നു: ചെറുക്കനും കൂട്ടരും അവിടെ നിന്ന് ഇറങ്ങിയോ? ശാരദ പറയുകയാണ്: ഇറങ്ങി, അവരവിടുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടേക്ക് വന്ന നിള ചോദിക്കുന്നു: അമ്മ, അച്ഛനെ കണ്ടായിരുന്നോ? അച്ഛൻ എവിടെ? ശാരദ പറയുകയാണ്: അച്ഛൻ ഉറക്കം എഴുന്നേറ്റില്ല, മോള് പോയി വിളിച്ചേ. ഇത് കേട്ട് നിള അരവിന്ദന്റെ അരികിലേക്ക് ഓടി പോവുകയാണ്. തുടർന്ന് ആളുകളോട് സംസാരിച്ചു കേൾക്കുന്ന വിനീത് ഇടയ്ക്കിടയ്ക്ക് ഗംഗയുടെയും ഋഷിയുടെയും ഫ്ലെക്സിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. ഈ സമയം നിവിൻ അവിടേക്ക് വരികയാണ്. വിനീത് ചോദിക്കുന്നു: അളിയ, അമ്മ വന്നില്ലേ? നിവിൻ പറയുകയാണ്: അമ്മ വരുമെന്ന് തോന്നുന്നില്ല.
വിനീത് പറയുന്നു, ജയപാലൻ അങ്കിളിനെ ഇന്നലെ കണ്ടില്ല. ഇന്നലെ മുതലേ ഇവിടെ ഉണ്ടാകേണ്ടതാണല്ലോ. നിവിൻ പറയുന്നു, ഞാനും കണ്ടില്ല ബ്രോ. ഈ സമയം വിനീതിന്റെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് ഫോണിൽ സംസാരിച്ചുകൊണ്ട് വിനീത് അവിടെ നിന്ന് പോകുമ്പോൾ ഒരാളുറക്കെ കാവേരി എന്ന് വിളിക്കുകയാണ്. കാവേരി സന്തോഷത്തോടു കൂടി ജ്യൂസുമായി ഗസ്റ്റുകളുടെ അരികിലേക്ക് പോവുകയാണ്. ഇത് കണ്ട് പുഞ്ചിരിച്ച് കാവേരി തന്നെ നോക്കി നിൽക്കുകയാണ് നിവിൻ. അരികിലേക്ക് വന്ന വിനീത് ചോദിക്കുന്നു, എന്താ നീ നോക്കുന്നത്? നിവിൻ പറയുന്നു, ഏയ് ഒന്നുമില്ല. അല്ല, അരവിന്ദനമ്മാവൻ എവിടെ? വിനീത് പറയുകയാണ്, പുള്ളി ഉറക്കമാണെന്ന് തോന്നുന്നു. പാട്ട് കേട്ട് വിനീത് സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ നിവിൻ ചോദിക്കുന്നു, എന്താടാ ഇത്? ഇതൊക്കെയല്ലേ ഒരു രസമെന്ന് വിനീത് പറയുമ്പോൾ നിവിൻ ചോദിക്കുകയാണ്, കാമുകിയുടെ നിശ്ചയത്തിന് ഇതുപോലെ വൈബായി നിൽക്കാൻ നിന്നെ പോലെ ഇത്ര പേർക്ക് പറ്റും? അതൊക്കെ ഒരു മൂടാളിയാന്ന് പറഞ്ഞ് പുഞ്ചിരിച്ച നിവിനെ ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് പോവുകയാണ് വിനീത്. കണ്ണീര് തുടച്ച് തലയിൽ കൈവച്ച് വിനീത് അവിടെ വന്ന് പോകുമ്പോൾ വിഷമത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് നിവിൻ. തുടർന്ന് എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി സംസാരിച്ചു നിൽക്കുമ്പോൾ അച്ഛാന്ന് വിളിച്ച് റൂമിലേക്ക് ചെല്ലുകയാണ് നിള. അച്ഛാ, ദേ എന്റെ പുതിയ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. അച്ഛാ, ഈ അച്ഛനെ കൊണ്ട് തോറ്റു. അച്ഛാ, എഴുന്നേൽക്കച്ഛ. അങ്ങനെ നിള അരവിന്ദനെ തട്ടി ഉണർത്താനായി ശ്രമിക്കുകയാണ്. അരവിന്ദൻ മരിച്ചതുപോലെ കിടക്കുന്നത് കണ്ട് ഭയത്തോടുകൂടി നിള പറയുന്നു, അച്ഛാ, അച്ഛ എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ, പറ്റിക്കല്ലേ. അരവിന്ദൻ കണ്ണു തുറക്കാത്തത് കൊണ്ട് ഭയത്തോടുകൂടി നിളെ ഉറക്ക പറയുന്നു, അമ്മേ ഒന്നിങ്ങോട്ട് വന്നേ. അച്ഛൻ വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല. അച്ഛാ, അമ്മേ. ഇത് കേട്ട് ശാരദ റൂമിലേക്ക് പോകുമ്പോൾ ഗംഗ പറയുന്നു, അച്ഛനോ? പോയി നോക്കട്ടെ. അങ്ങനെ ഗംഗ യമുനയും കൂട്ടി റൂമിലേക്ക് പോവുകയാണ്. നിള പറയുന്നു, അമ്മ ഒന്ന് പെട്ടെന്ന് വാ, എനിക്ക് പേടിയാകുന്നു. എന്താ മോളെ എന്ന് ചോദിച്ച് ശാരദ അരികിലേക്ക് വരുമ്പോൾ നിള പറയുന്നു, അമ്മ അച്ഛൻ വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല. തട്ടി വിളിച്ചുകൊണ്ട് ശാരദ പറയുന്നു, അരവിന്ദേട്ടാ എഴുന്നേറ്റെ. നിള പറയുന്നു, ഇത് കണ്ണു തുറക്കുന്നില്ല. ഭയത്തോടു കൂടി ശാരദ അരവിന്ദേട്ടാന്ന് വിളിക്കുകയാണ്. നിള യമുനേച്ചി ഗംഗേച്ചി എന്നൊക്കെ വിളിക്കുകയാണ്. അരികിലേക്ക് വന്ന ഗംഗ ചോദിക്കുന്നു, എന്തു പറ്റി അമ്മേ? അച്ഛൻ കണ്ണു തുറക്കുന്നില്ല എന്ന് ശാരദ പറയുമ്പോൾ ഗംഗയും യമുനയും അരവിന്ദനെ തട്ടി വിളിക്കുകയാണ്. യമുന ഉറക്കെ കാവേരി ചേച്ചി എന്ന് വിളിക്കുമ്പോൾ നിളയും ഉറക്കെ ചേച്ചി എന്ന് വിളിക്കുകയാണ്. കാവേരി അകത്തേക്ക് ഓടി പോകുമ്പോൾ നിവിൻ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു ചേച്ചി ചോദിക്കുന്നു, എന്താ പറ്റിയത്? ഒരാൾ പറയുകയാണ്, അരവിന്ദൻ വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല എന്ന്. ആൾ എഴുന്നേറ്റില്ലായിരുന്നു എന്ന് ഒരാൾ ചോദിക്കുമ്പോൾ ആ ചേച്ചി പറയുന്നു, ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്നതാ. തുടർന്ന് എല്ലാവരും ഭയത്തോടുകൂടി അരവിന്ദനെ തട്ടി വിളിക്കുകയാണ്. അരികിലേക്ക് വന്ന കാവേരിയും അരവിന്ദനെ തട്ടി വിളിക്കുന്നു. ഇത് കേട്ട് ടെൻഷനോടുകൂടി അകത്തേക്ക് ഓടി വരികയാണ് വിനീതും നിവിനും. മുത്തശ്ശി അവിടേക്ക് വരുമ്പോൾ ശാരദ പറയുന്നു, അമ്മേ വന്നേ, അരവിന്ദേട്ട എഴുന്നേൽക്കുന്നില്ല. ഭയത്തോടുകൂടി മുത്തശ്ശി മോനെ അരവിന്ദാന്ന് വിളിക്കുകയാണ്. മോനെ കണ്ണു തുറക്കടാ. എന്തു പറ്റിയെന്ന് ചോദിച്ച് അരികിലേക്ക് ഓടി വന്ന വിനീത് അരവിന്ദനെ തട്ടി വിളിക്കുമ്പോൾ അവിടേക്കിരുന്ന നിവിൻ കയ്യിൽ പിടിച്ചു നോക്കുകയാണ്. ശേഷം നിവിൻ പറയുന്നു, വിനീതെ അങ്കിളിനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേ പറ്റൂ. ഞാൻ ആംബുലൻസ് വിളിക്കാം. ശാരദ പറയുന്നു, അയ്യോ ആംബുലൻസോ? അരവിന്ദേട്ടൻ എന്നതാ പറ്റിയത്? നിവിൻ ആംബുലൻസ് വിളിക്കുകയാണ്. തുടർന്ന് എല്ലാവരും ഭയത്തോടുകൂടി ഉറക്കെ അരവിന്ദനെ വിളിക്കുന്നുവെങ്കിലും അരവിന്ദൻ കണ്ണു തുറക്കുന്നില്ല. ആംബുലൻസ് അവിടേക്ക് വരികയാണ്. നിവിനും വിനീതും കാവേരിയും കൂടി അരവിന്ദനെ എടുത്ത് ആംബുലൻസിന്റെ അരികിലേക്ക് കൊണ്ടുപോവുകയാണ്. എല്ലാവരും ഭയത്തോടുകൂടി പിന്നാലെ ഓടി വരുന്നു. അരവിന്ദനെ ആംബുലൻസിലേക്ക് കിടത്തിയതിനു ശേഷം വിനീതും നിവിനും കാവേരിയും ആംബുലൻസിൽ കയറി പോവുകയാണ്. പൊട്ടിക്കരയുന്ന ശാരദയെ കരഞ്ഞുകൊണ്ട് ചേർത്ത് പിടിക്കുകയാണ് ഗംഗ. ശാരദയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് യമുനയും നിളയും. മുത്തശ്ശിയും പൊട്ടിക്കരഞ്ഞ് അവരുടെ അരികിൽ നിൽക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ. കാവേരിയും നിവിനും വിനീതും കൂടി അരവിന്ദനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുവെങ്കിലും അരവിന്ദനെ രക്ഷിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അരവിന്ദന് ഉറക്കത്തിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായതാണ്. ഡോക്ടർ അരവിന്ദൻ മരിച്ചു എന്ന് പറയുമ്പോൾ ഞെട്ടി തകർന്നു നിൽക്കുകയാണ് കാവേരിയും വിനീതും. തുടർന്ന് അരവിന്ദന്റെ ബോഡി ആംബുലൻസിൽ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. അരവിന്ദന്റെ ബോഡി കൊണ്ടുവരുന്നത് കണ്ട് ഞെട്ടി അരവിന്ദേട്ടാന്ന് വിളിച്ച് അരികിലേക്ക് ഓടി വരികയാണ് ശാരദ. അച്ഛാന്ന് വിളിച്ച് യമുനയും ഗംഗയും നിളയും ഓടി വരുമ്പോൾ ഉറക്ക മോനെ എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് ഓടി വരികയാണ് മുത്തശ്ശി. അരവിന്ദന്റെ ബോഡി അകത്തേക്ക് കൊണ്ടുവയ്ക്കുകയാണ് വിനീതും നിവിനും. പൊട്ടിക്കരഞ്ഞ് റൂമിലേക്ക് വന്ന ഗംഗ കയ്യിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിയുകയാണ്. ഇത് കണ്ട് കാവേരി അരികിലേക്ക് ഓടി വരുമ്പോൾ കരഞ്ഞുകൊണ്ട് ഗംഗ പറയുന്നു, എനിക്ക് നിശ്ചയവും വേണ്ട, കല്യാണവും വേണ്ട, എനിക്ക് വേറൊന്നും വേണ്ട, എനിക്ക് എന്റെ അച്ഛനെ തിരിച്ചതാ. പൊട്ടിക്കരഞ്ഞ് കാവേരി ഗംഗയെ ചേർത്ത് പിടിക്കുകയാണ്. ഗംഗയുടെ അവസ്ഥ കണ്ട് കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോകുന്ന വിനീത് സുജാതയോടും ഗീതയോടും അരവിന്ദന്റെ മരണവിവരം പറയുകയാണ്. അയ്യോ ഏട്ടാന്ന് വിളിച്ച് ഉറക്ക കരഞ്ഞ് അരവിന്ദന്റെ വീട്ടിലേക്ക് ഓടിപ്പോവുകയാണ് സുജാത. പിന്നാലെ ഗീതയും വിനീതും ഓടിപ്പോകുന്നു. അരവിന്ദന്റെ ബോഡിയുടെ അരികിലേക്ക് വന്ന് നെഞ്ചത്തടിച്ച് പൊട്ടിക്കരയുകയാണ് സുജാതയും ഗീതയും. തുടർന്ന് വിശാലും പ്രവീണയും ജയപാലിനെ വിളിച്ച് അരവിന്ദന്റെ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ പൊട്ടിക്കരഞ്ഞ് ഉറക്കെ അയ്യോ അരവിന്ദാന്ന് വിളിക്കുകയാണ് ജയപാലൻ. ശേഷം അവിടെ കൂടി വന്ന ജയപാലൻ അരവിന്ദന്റെ ബോഡിയുടെ അരികിലിരുന്ന് അയ്യോ അരവിന്ദ എന്നെ വിട്ടു പോയോ എന്ന് ചോദിച്ച് ഉറക്കെ കരയുകയാണ്. തുടർന്ന് നിശ്ചയ ചടങ്ങിനായി ഋഷിയും വീട്ടുകാരും അവിടേക്ക് വരുമ്പോൾ അരവിന്ദന്റെ മരണവിവരത്തെക്കുറിച്ച് അറിയുകയാണ്. അകത്തേക്ക് കയറി വന്ന അവർ അരവിന്ദന്റെ ബോഡി കാണുമ്പോൾ ഗംഗ കരഞ്ഞുകൊണ്ട് ഋഷിയെ നോക്കുകയാണ്. ഋഷിയും വിഷമത്തോടുകൂടി ഗംഗയെ നോക്കുന്നു. ഋഷിയെയും വീട്ടുകാരെയും കണ്ട് നെഞ്ചത്തടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സുജാത പറയുന്നു, അയ്യോ കാലന്റെ കയറുമായിട്ടാണല്ലോ നിങ്ങൾ ഈ കുടുംബത്തിലേക്ക് കയറി വന്നത്. ഇത് കേട്ട് വിഷമത്തോടുകൂടി മുഖത്തോട് മുഖം നോക്കുകയാണ് ഋഷിയും വീട്ടുകാരും. തുടർന്ന് ജയപാലൻ പറഞ്ഞത് പ്രകാരം
പ്രകാരം കാവേരിയും ഗംഗയും അരവിന്ദന്റെ ചിതയ്ക്ക് തീ കൊളുത്തുകയാണ്. തുടർന്ന് ജയബാലൻ അരവിന്ദനെ ചതിച്ചതാണോ എന്ന് സംശയിക്കുകയാണ് കാവേരിയും യമുനയും ഗംഗയും എല്ലാം. ജയബാലന്റെ വീട്ടിലേക്ക് ചെന്ന് കാവേരി സംസാരിക്കുകയും ജയബാലൻ ദേഷ്യത്തോടുകൂടി കാവേരിയെ എതിർത്ത് അടിക്കാനായി കൈ ഉയർത്തുകയുമാണ്. കയ്യിൽ കയറി പിടിച്ച് തടഞ്ഞ് വളരെ ദേഷ്യത്തോടുകൂടി സംസാരിക്കുകയാണ് കാവേരി. അതുകൊണ്ട് ഞെട്ടി നിൽക്കുകയാണ് പ്രവീണ. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.